ഹായ് ഡിയേഴ്സ്, ഞാൻ ടാജിന മല്ലത്. എൻ്റെ ചാനൽ KL14 മലബാർ ഫുഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങൾക്ക് ഓണം സ്പെഷ്യലായിട്ട് ഒരു അവിയൽ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എത്ര അറിയാത്ത ആൾക്കാർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസിയായ മെത്തേഡിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം 100 ഗ്രാം അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഒരേപോലെ ഇതേ അളവിൽ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ചേന, അതേപോലെ ക്യാരറ്റ്, ബീൻസ്, പച്ചക്കായ, മുരിങ്ങക്ക, മത്തൻ, ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വഴുതനങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കണം. കുക്കർ വേണമെന്നില്ല, ഒരു ചട്ടി എടുത്താൽ മതി. മൺചട്ടി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ചേന ഇട്ട് കൊടുക്കണം. ചേനക്കാണ് കുറച്ച് കൂടുതൽ വേവുള്ളത്. അതിനുശേഷം ഞാൻ മത്തൻ ഇട്ട് കൊടുത്തു. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി മുരിങ്ങക്കോൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു മുരിങ്ങക്കായുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചക്കായ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ബീൻസ് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. എല്ലാം ഇതേ സൈസിൽ തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വഴുതനങ്ങ ഉണ്ടല്ലോ, അത് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളരിക്ക വേണമെങ്കിൽ വെള്ളരിക്ക, കുമ്പളങ്ങ, നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് ആ പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പച്ചക്കറികളെല്ലാം ഈ എണ്ണയിലൊന്ന് വഴന്ന് വരണം. കുറച്ച് സമയം, കൂടുതൽ സമയമൊന്നും വേണ്ട. ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളെല്ലാം വെന്ത് വന്ന് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ചില ആൾക്കാർ കുറച്ച് ലൂസായിട്ട് അവിയൽ ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ വളരെ തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കണം. വിസിലിടുന്നില്ല, വിസിലിടാണ്ടാണ് ഞാനിത് പാനിന് പകരമായിട്ടാണ് കുക്കർ എടുത്തിട്ടുള്ളത്. 10 മുതൽ 12 മിനിറ്റ് വരെ ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള കൂട്ട് റെഡിയാക്കി എടുക്കണം. 1 മുറി തേങ്ങ, 5 പച്ചമുളക്, കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, 2 പച്ചമുളക് മുഴുവനായിട്ടും 3 എണ്ണം പേസ്റ്റായിട്ടുമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ ഈ മസാലയുടെ കൂടെ 8 കുഞ്ഞുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, എല്ലാം കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കാൻ പാടില്ല. അതേപോലെ കൂടുതൽ അരഞ്ഞ് പേസ്റ്റ് ആവാനും പാടില്ല. ഈ പരുവത്തിൽ ചതച്ചെടുക്കണം. ഇനി നമുക്ക് വെജിറ്റബിൾസ് നോക്കാം. ഏകദേശം വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് ഒന്നും പൊടിഞ്ഞു പോകാൻ പാടില്ല. പൊടിഞ്ഞു പോയാൽ കാണാൻ തീരെ ഭംഗി ഉണ്ടാവില്ല. എല്ലാം കൂടി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മിഡിൽ ഭാഗത്ത് ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കണം. അല്പം വെള്ളമൊക്കെ ബാക്കിയുണ്ട്. തേങ്ങ മിക്സ് എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുമ്പോഴത്തേക്കും വെള്ളം കണക്കാവും. ഇനി സൈഡിൽ നിന്നും വെജിറ്റബിൾസ് എല്ലാം തേങ്ങയുടെ മുകളിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് തേങ്ങ നല്ല പോലെ കുക്കാവും. തേങ്ങ കുക്കാവണം, അല്ല എങ്കിൽ ഈ ഒരു കറിക്കൊരു പച്ച മണം വരും, ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ മൂടി വെച്ചിട്ടൊരു 3-4 മിനിറ്റ് കഴിഞ്ഞു. നല്ല പോലെ ആവി വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. തൈരിന് പകരം പച്ചമാങ്ങ ചേർക്കലുണ്ട്. അതേപോലെ പുളി ഉണ്ടല്ലോ, ഉണ്ടപ്പുളി, അത് പിഴിഞ്ഞ് അതിൻ്റെ നീരും ചേർക്കാറുണ്ട്. ഞാനിവിടെ തൈരാണ് ചേർക്കൽ. പൊതുവേ കാസർഗോഡ് തൈര് ചേർത്തിട്ടാണ് അവിയൽ ഉണ്ടാക്കൽ. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് നല്ല കട്ടി തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം. പിന്നെ കൂടുതൽ സമയം തൈര് ചൂടാക്കാൻ പാടില്ല. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ, ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തു. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ അതും മുകളിലേക്ക് പച്ചയായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കണം. ഇനിയിപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. എല്ലാം നന്നായിട്ട് തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തട്ടിപ്പൊത്തി വെക്കുന്നത്.
വളരെ സിമ്പിളായിട്ടുള്ള അവിയൽ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതേപോലെ തന്നെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പറഞ്ഞ അളവുകൾ എല്ലാം കറക്റ്റാണ്. തീർച്ചയായിട്ടും വീണ്ടും കാണാം. ബൈ ബൈ.